ഫീസ് അടക്കാൻ പോലും വകയില്ലാത്തവർ എന്തിനാ മോളെ മറ്റുള്ളവരുടെ സീറ്റ് കളയാൻ വരുന്നത്? ഇതൊരു ചാരിറ്റി സ്ഥാപനമല്ല. നാളെ തന്നെ TC വാങ്ങി ഈ പടിയിറങ്ങി പോവാൻ നോക്ക്. 100ഓളം സഹപാഠികളുടെ പരിഹാസ ചിരികൾക്ക് നടുവിൽ ആ മെഡിക്കൽ കോളേജ് ക്ലാസ് മുറിയിൽ അവൾ വിചാരണ ചെയ്യപ്പെടുകയായിരുന്നു. അവളുടെ വസ്ത്രധാരണത്തെയും ദാരിദ്ര്യത്തെയും പ്രൊഫസർ പരസ്യമായി ചവിട്ടിമെതിച്ചപ്പോൾ കോളേജ് വരാന്തയുടെ ഇരുണ്ട മൂലയിലിരുന്ന് ശ്വാസം മുട്ടിക്കരയാൻ മാത്രമേ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അനന്യ ഒരു സാധാരണ മെഡിക്കൽ വിദ്യാർത്ഥി മാത്രമായിരുന്നില്ല. മറിച്ച് പശ്ചിമഘട്ടത്തിന്റെ തണുത്ത മടിത്തട്ടിൽ കാറ്റടിക്കുമ്പോൾ ആടിയുലെന്ന ഒരൊറ്റ മുറി കൊച്ചുകുടിലാണ് അനന്യ ജനിച്ചതും വളർന്നതും. അവളുടെ കുഞ്ഞു ലോകം അത്രമേൽ ലളിതമായിരുന്നു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും പണി ചെയ്ത് വിണ്ടുകീറിയ കൈകളും വിയർപ്പ് തുള്ളികൾ മുത്തുപോലെ പൊടിയുന്ന നെറ്റിത്തടവുമായിരുന്നു അവളുടെ മാതാപിതാക്കളുടെ അടയാളം. സ്വന്തമായി മണ്ണോ വലിയ സമ്പാദ്യങ്ങളോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. എന്നെങ്കിലും തങ്ങളുടെ മകൾ വലിയ ഒരാളായി ഈ പട്ടിണിയിൽ നിന്നും ദുരിതത്തിൽ നിന്നും തങ്ങളെ കരകയറ്റുമെന്ന ഒരൊറ്റ പ്രതീക്ഷ മാത്രമായിരുന്നു ആ ദരിദ്ര ദമ്പതികളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. നാട്ടിലെ സാധാരണ കൂലിപ്പണിക്കാരായ അച്ഛനും അമ്മയും മകളുടെ പഠന ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ അളവറ്റ ത്യാഗങ്ങളാണ് സഹിച്ചത്. പല രാത്രികളിലും അടുപ്പിൽ വെള്ളം മാത്രം തിളച്ചു. തങ്ങൾക്ക് കഴിക്കാൻ ഒന്നുമില്ലെന്ന സത്യം മകൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് വിശപ്പില്ല മോളെ, നീ കഴിക്ക് എന്ന് പറഞ്ഞ് ആ അമ്മ തന്റെ കയ്യിലെ കഞ്ഞിപ്പാത്രം മകൾക്ക് നേരെ നീട്ടി. രാപ്പകലില്ലാതെ ജോലി ചെയ്ത് അവരൊരുക്കിയ ഓരോ തുള്ളി വിയർപ്പും അനന്യ കാണുന്നുണ്ടായിരുന്നു. രാത്രികളിൽ കൂരിരുട്ട് ആ ഗ്രാമത്തെ മൂടുമ്പോൾ ആ കൊച്ചുകുടിലിലെ മണ്ണെണ്ണ വിളക്ക് മാത്രം പ്രകാശിച്ചു നിൽക്കും. വയറ്റിലെ വിശപ്പിന്റെ വിളി അടക്കിവെച്ച് തിരി താഴ്ത്തിവെച്ച ആ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിലിരുന്ന് അനന്യ പുസ്തകത്താളുകൾ മറിച്ചു. ഓരോ താൾ വായിച്ചു തീർക്കുമ്പോഴും അവളുടെ ഉള്ളിൽ കനൽ പോലെ ഒരു ആഗ്രഹം ജ്വലിച്ചു നിന്നിരുന്നു. ഈ ദാരിദ്ര്യം മാറ്റണം, മാതാപിതാക്കളുടെ കണ്ണീരൊപ്പണം. ഉറക്കമില്ലാത്ത രാത്രികളും തളരാത്ത കഠിനാധ്വാനവും ഒടുവിൽ ഫലം കണ്ടു. MBBS പ്രവേശന പരീക്ഷയുടെ ഫലം വന്നപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന റാങ്കുകളിലൊന്ന് അനന്യ കരസ്ഥമാക്കി. ഗ്രാമത്തിലെ കൊച്ചുകുടിലിൽ സന്തോഷത്തിന്റെ അതിരുകളില്ലാത്ത കണ്ണീർ പെയ്തു. എന്നാൽ സന്തോഷത്തിനോടൊപ്പം വലിയൊരു ചോദ്യചിഹ്നവും ഉയർന്നു വന്നു. നഗരത്തിലെ വലിയ മെഡിക്കൽ കോളേജിലെ പഠനച്ചെലവും അഡ്മിഷൻ ഫീസും എങ്ങനെ കണ്ടെത്തും? മകളുടെ കണ്ണുകളിലെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകാൻ ആ അച്ഛൻ സമ്മതിച്ചില്ല. അന്തിയുറങ്ങുന്ന ആകെ സ്വന്തമായുള്ള ഒരേയൊരു സമ്പാദ്യമായ ആ കൊച്ചുവീടിന്റെ ആധാരവുമായി അദ്ദേഹം പണമിടപാടുകാരന്റെ മുന്നിൽ ചെന്നു നിന്നു. ജീവിത സമ്പാദ്യം മുഴുവൻ പണയപ്പട്ടികയിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ ആ അച്ഛന്റെ അധ്വാനിച്ച തഴമ്പിച്ച കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. അമ്മ കണ്ണീരോടെ തന്റെ കഴുത്തിലെ അവസാനത്തെ ഓർമ്മയായ ആകെ ശേഷിച്ച ചെറിയൊരു സ്വർണമാലയും ഊരി മകളുടെ കയ്യിൽ കൊടുത്തു. മോളെ, ഞങ്ങളുടെ ആയുസിന്റെ പ്രാർത്ഥന മുഴുവൻ നിന്റെ കൂടെയുണ്ട്. നന്നായി പഠിക്കണം, വലിയൊരു ഡോക്ടറാകണം. മാതാപിതാക്കളുടെ വിറക്കുന്ന കൈകൾ പിടിച്ച് അവരുടെ പ്രാർത്ഥനയും പ്രതീക്ഷകളും തോളിലേറ്റി ഗ്രാമത്തിന്റെ മണ്ണിൽ നിന്നും അനന്യ നഗരത്തിലെ വലിയ മെഡിക്കൽ കോളേജിന്റെ കൂറ്റൻ പടവുകൾ കയറി. എന്നാൽ ആ ചില്ലുകൊട്ടാരം അവളെ സ്വീകരിച്ചത് വല്ലാത്തൊരു തണുപ്പോടെയായിരുന്നു. വാനോളം ഉയർന്നു നിൽക്കുന്ന വലിയ കെട്ടിടങ്ങളും ആഡംബര കാറുകളിൽ വന്നിറങ്ങുന്ന പണക്കാരായ കുട്ടികളും അവരുടെ വില കൂടിയ വസ്ത്രങ്ങളും ആധുനികമായ ജീവിതശൈലിയും അനന്യക്ക് തീർത്തും അപരിചിതമായിരുന്നു. ഇരുണ്ട നിറവും അല്പം തേഞ്ഞ ചെരിപ്പും ലളിതമായ ഗ്രാമീണ വസ്ത്രധാരണവും കാരണം കോളേജിലെ കുട്ടികൾ അവളെ ഒരു അന്യഗ്രഹ ജീവിയെ പോലെയാണ് നോക്കിയത്. ആരുടെയും കൂടെ കൂട്ടാതെ പരിഹാസത്തോടെയുള്ള മാറ്റി നിർത്തലുകൾ അനന്യയെ വല്ലാതെ ഭയപ്പെടുത്തി. ആ മാനസിക പീഡനം കുട്ടികളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. കോളേജിലെ സീനിയർ പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായ മാലിനി പ്രൊഫസറുടെ കണ്ണിലെ വലിയ കരടായിരുന്നു അനന്യ. അഭിമാനവും നഗരപരിഷ്കാരവും തലക്കു പിടിച്ച മാലിനി പ്രൊഫസർക്ക് അനന്യയുടെ ഗ്രാമീണ പശ്ചാത്തലം ഒട്ടും സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ക്ലാസ്സിലും പ്രാക്ടിക്കൽ മുറികളിലും അവർ അനന്യയെ നിരന്തരം അപമാനിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയൊരു ദിവസം ഹോസ്പിറ്റൽ വാർഡുകളിൽ രോഗികളെ പരിശോധിക്കുന്ന ക്ലിനിക്കൽ ഡ്യൂട്ടി നടക്കുകയായിരുന്നു. വെളുത്ത കോട്ടണിഞ്ഞ് ഡോക്ടറാകാനുള്ള ആഗ്രഹത്തോടെ അനന്യ മറ്റു കുട്ടികളോടൊപ്പം വാർഡിലേക്ക് നടന്നു. ഒരു രോഗിയുടെ അരികിൽ ചെന്ന് രോഗലക്ഷണങ്ങൾ പരിശോധിച്ച് പഠിക്കാൻ അവൾ മുന്നോട്ട് വന്ന നിമിഷം മാലിനി പ്രൊഫസറുടെ ശാസന അന്തരീക്ഷത്തിൽ മുഴങ്ങി. നിൽക്കവിടെ! പ്രൊഫസറുടെ ശബ്ദം കേട്ട് വാർഡിലെ എല്ലാവരും നെട്ടി അനന്യയെ നോക്കി. മാലിനി പ്രൊഫസർ കോപത്തോടെ അനന്യയുടെ അരികിലേക്ക് നടന്നു വന്നു. അവളുടെ ലളിതമായ വസ്ത്രങ്ങളിലേക്കും കൈകളിലേക്കും അറപ്പോടെ നോക്കിക്കൊണ്ട് ക്ലാസ്സിലെ 100ഓളം കുട്ടികളുടെയും രോഗികളുടെയും മുന്നിൽ വെച്ച് അത്യുച്ചത്തിൽ പ്രൊഫസർ പറഞ്ഞു, നിന്റെയൊക്കെ ഈ രൂപവും വേഷവും കണ്ട് രോഗികൾ കൂടുതൽ പേടിക്കും. ഇതിലും വൃത്തിയുള്ള വസ്ത്രമിടാൻ പോയിട്ട് കൈ കഴുകാൻ പോലും നിനക്കറിയില്ലേ? രോഗികളോട് സംസാരിക്കാൻ വലിയ നഗരങ്ങളിലെ പോലെയുള്ള ഒരു പരിഷ്കാരവും മാന്യതയെങ്കിലും നിനക്ക് വേണം. ഇതൊരു വലിയ മെഡിക്കൽ കോളേജാണ്, അല്ലാതെ നിന്റെ ഗ്രാമത്തിലെ ഏതോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമല്ല. ആ വാക്കുകൾ ഒരു മൂർച്ചയുള്ള ആയുധം പോലെ അനന്യയുടെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി.
സഹപാഠികൾ അത് കേട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ചിരിച്ചു. താൻ ചെയ്ത തെറ്റെന്തെന്നറിയാതെ അനിന്യ വിതുമ്പി. മാലിനി പ്രൊഫസർ അവിടെയും നിർത്തിയില്ല. അവർ ഒരു ഫയലെടുത്ത് അനിന്യയുടെ നെഞ്ചിലേക്ക് തള്ളിക്കൊടുത്തിട്ട് ക്രൂരമായി പറഞ്ഞു, മറ്റുള്ള കുട്ടികളെ രോഗികളെ ചികിത്സിക്കാൻ പഠിക്കട്ടെ. നിന്നെ എന്തായാലും അതിനൊന്നും കൊള്ളില്ല. അവിടുത്തെ ആ മൂലയിലെ കസേരയിലിരുന്ന് ഈ റെക്കോർഡുകൾ മാത്രം എഴുതി വെക്ക്. അതിൽ കൂടുതൽ ഒരു പണിയും നീ ഈ വാർഡിൽ ചെയ്യേണ്ട. മറ്റുള്ള കുട്ടികളെ രോഗികളെ പരിശോധിച്ച് അത്യാവേശത്തോടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് അനന്യ വാർഡിന്റെ ഒരു ഇരുണ്ട മൂലയിലിരുന്ന് ഡാറ്റകൾ എഴുതിയെടുക്കാൻ തുടങ്ങി. അവളുടെ കണ്ണീർ തുള്ളികൾ ആ മെഡിക്കൽ റെക്കോർഡുകളിലേക്ക് ഇറ്റുവീണു. അച്ഛൻ വീടിന്റെ ആധാരം പണയം വെച്ചതും അമ്മ സ്വർണമാല ഊരിത്തന്നതും നാട്ടിൽ തനിക്കായി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മുഖവും ആ നിമിഷം അവളുടെ ഓർമ്മയിലേക്ക് വന്നു. നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അവൾ ആ കസേരയിലിരുന്ന് പതറിപ്പോയി. വാർഡിലെ പരിഹാസങ്ങളും അപമാനങ്ങളും അനന്യയുടെ മനസ്സിനെ ദിവസേന കൊത്തിവലിച്ചു കൊണ്ടിരുന്നു. എന്നാലും അച്ഛന്റെ വിണ്ടുകീറിയ കൈകളും അമ്മയുടെ ഒഴിഞ്ഞ കഴുത്തും ഓർക്കുമ്പോൾ അവൾ തളരാതെ പിടിച്ചു നിന്നു. എന്നാൽ വിധി അവൾക്കായി കരുതിവെച്ച പരീക്ഷണങ്ങൾ അവിടെയും തീർന്നിരുന്നില്ല. സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി അടുത്തിരുന്നു. ഗ്രാമത്തിലെ പലിശക്കാരിൽ നിന്നും ബാങ്കിൽ നിന്നും പണം ഒപ്പിക്കാൻ അനന്യയുടെ അച്ഛൻ കയറാത്ത പടികളില്ലായിരുന്നു. എന്നാൽ ആ പാവപ്പെട്ട കർഷക കുടുംബത്തിന് സമയത്തിന് പണം കണ്ടെത്താൻ സാധിച്ചില്ല. നാട്ടിൽ നിന്ന് പണം അയച്ചു നൽകാൻ കഴിയാതെ വന്നതോടെ കോളേജിൽ ഫീസ് അടക്കാനുള്ള തീയതി കവിഞ്ഞുപോയി. മറ്റു കുട്ടികളെല്ലാം ഫീസ് അടച്ച് അതിന്റെ രസീതുകൾ വാങ്ങി സീറ്റുകളിൽ ആത്മവിശ്വാസത്തോടെ ഇരുന്നു. അനന്യ മാത്രം തല താഴ്ത്തി നെഞ്ചിൽ ഭയത്തോടെ ക്ലാസിന്റെ ഒരു മൂലയിലിരുന്നു. അനന്യക്ക് ഫീസ് അടക്കാൻ സാധിച്ചില്ലെന്ന വിവരം മാലിനി പ്രൊഫസർ വളരെ വേഗത്തിലാണ് അറിഞ്ഞത്. അവളെ പൂർണ്ണമായും ഈ കോളേജിൽ നിന്നും പുറത്താക്കാൻ ഇതിലും വലിയൊരു അവസരം ഇനി കിട്ടില്ലെന്ന് ആ ക്രൂരമായ സ്ത്രീ ഉറപ്പിച്ചു. അന്ന് രാവിലെ വലിയൊരു ഹാളിൽ 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട അറ്റൻഡൻസ് ക്ലാസ് നടക്കുകയായിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ ക്ലാസ്സിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ മാലിനി പ്രൊഫസർ ഹാളിന് മുന്നിലേക്ക് കടന്നു വന്നു. അവരുടെ കയ്യിൽ ഫീസ് അടക്കാത്തവരുടെ ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ പേര് അനന്യയുടേതായിരുന്നു. മാലിനി പ്രൊഫസർ അനന്യയുടെ നേരെ നോക്കി. മുഖത്ത് കടുത്ത വെറുപ്പോടെ ഉറക്കെ വിളിച്ചു, അനന്യ, എഴുന്നേറ്റ് നിൽക്ക്. ഗംഭീരമായ ആ ശബ്ദം കേട്ട് ഹാളിലെ മുഴുവൻ കുട്ടികളും തിരിഞ്ഞു നോക്കി. അനന്യ ഭയത്തോടെ വിറക്കുന്ന കാലുകളോടെ എഴുന്നേറ്റ് നിന്നു. അവളുടെ ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. നീ എന്താണ് വിചാരിച്ചത് അനന്യ? മാലിനി പ്രൊഫസർ ക്രൂരമായ പരിഹാസത്തോടെ ചോദിച്ചു. ഇതൊരു വലിയ മെഡിക്കൽ കോളേജാണ്. ഇവിടെ പഠിക്കണമെങ്കിൽ കൃത്യസമയത്ത് ഫീസ് അടക്കണം. പണമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിന്നെ പോലെയുള്ളവർ അർഹതപ്പെട്ട മറ്റുള്ളവരുടെ വിലപ്പെട്ട സീറ്റുകൾ വെറുതെ കളയാൻ വരുന്നത്? ഇതൊരു ചാരിറ്റി സ്ഥാപനമല്ല, അനാഥാലയവുമല്ല. ഹാളിലെ സമ്പന്നരായ ചില കുട്ടികൾ അത് കേട്ട് പരസ്യമായി ചിരിച്ചു. അനന്യയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ഇറ്റുവീഴാൻ തുടങ്ങി. അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, മാഡം, നാട്ടിൽ അച്ഛൻ പണം ഒപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ആഴ്ചക്കുള്ളിൽ ഞാൻ ഫീസ് അടക്കാം മാഡം. എന്നെ ഒന്ന് സഹായിക്കണം. നിന്റെ സങ്കടക്കഥകൾ കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. മാലിനി പ്രൊഫസർ ഒട്ടും ദയയില്ലാതെ അവളുടെ വാക്കുകളെ തടഞ്ഞു. പണമില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ഇറങ്ങരുത്. സ്വന്തം തറവാട്ടിലെ ദാരിദ്ര്യം ഇങ്ങോട്ട് ഇറക്കി വെക്കാൻ വരേണ്ട. നാളെ തന്നെ ടി സി വാങ്ങി ഈ പടിയിറങ്ങി നിന്റെ നാട്ടിലേക്ക് പോയിക്കൊള്ളണം. നിന്നെ പോലെയുള്ളവരെ ഇവിടെ വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല. ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും മുന്നിൽ വെച്ച് ഇത്രയും ക്രൂരമായി അപമാനിക്കപ്പെട്ടപ്പോൾ അനന്യയുടെ ആത്മാഭിമാനം തരിപ്പണമായി. ഒരു വാക്ക് പോലും തിരിച്ചു പറയാനാകാതെ പുസ്തകങ്ങൾ നെഞ്ചോടടക്കി പിടിച്ച് അവൾ ആ ഹാളിൽ നിന്നും പുറത്തേക്കോടി. കോളേജ് വരാന്തയുടെ ഏറ്റവും ഇരുണ്ടൊരു മൂലയിൽ ആരും കാണാതെ ഒരു സിമന്റ് തൂണിന് പിന്നിലിരുന്ന് അവൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞു. അവളുടെ ശ്വാസം നിലക്കുന്നത് പോലെ തോന്നി. അച്ഛാ, അമ്മേ എന്നവൾ ഉള്ളുകൊണ്ട് വിതുമ്പി. സ്വന്തം വിയർപ്പും ചോരയും നീരാക്കി തന്നെ ഈ നിലയിലെത്തിച്ച മാതാപിതാക്കളുടെ നിസ്സഹായത ഓർത്ത് അവൾ വിങ്ങിപ്പൊട്ടി. വിശപ്പടക്കാൻ പാടുപെടുന്ന മാതാപിതാക്കൾക്ക് മുന്നിലേക്ക് ഇനി എങ്ങനെ ഒരു തോറ്റവളായി തിരിച്ചു പോകും എന്നവൾ ചിന്തിച്ചു. ദാരിദ്ര്യം ഒരു ശാപമാണെന്നും ജീവിതം അവസാനിപ്പിക്കുകയാണ് ഇതിലും നല്ലതെന്നും ആ നിമിഷം അവളുടെ കുഞ്ഞു മനസ്സ് ചിന്തിച്ചു പോയി. ആ ഇരുണ്ട നിമിഷത്തിലാണ് ആരോ അവളുടെ തോളിൽ വളരെ മൃദുവായി തൊട്ടത്. അനന്യ നെട്ടി തല ഉയർത്തി നോക്കി. കണ്ണീരിന്റെ മങ്ങലിനിടയിലൂടെ അവൾ കണ്ടത് ആ കോളേജിലെ കൗൺസിലറും സീനിയർ അധ്യാപികയുമായ ശാരദ ടീച്ചറെയായിരുന്നു. കോളേജിലെ എല്ലാ കുട്ടികൾക്കും ഒരു അമ്മയെപ്പോലെ സ്നേഹം നൽകുന്ന വ്യക്തി. മോളെ, ശാരദ ടീച്ചറുടെ സ്വരത്തിൽ അനുകമ്പയും വാത്സല്യവും നിറഞ്ഞു നിന്നു. അനന്യക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ ശാരദ ടീച്ചറുടെ മടിയിലേക്ക് തലവെച്ച് പൊട്ടിക്കരഞ്ഞു. താൻ അനുഭവിക്കുന്ന വിവേചനവും മാലിനി പ്രൊഫസറുടെ വാക്കുശരങ്ങളും വീട്ടിലെ ദാരിദ്ര്യം അവൾ ടീച്ചറോട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു തീർത്തു. ശാരദ ടീച്ചർ ഒന്നും മിണ്ടാതെ ആ പെൺകുട്ടിയുടെ തലയിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ടിരുന്നു.
അനന്യയുടെ കരച്ചിലടങ്ങിയപ്പോൾ ടീച്ചർ അവളുടെ മുഖം തന്റെ കൈകളിൽ കോരിയെടുത്തു. സ്വന്തം തുവാലയെടുത്ത് അവളുടെ കണ്ണീർ തുടച്ചു കൊടുത്തു. നീ കരയരുത് മോളെ, ടീച്ചർ ശാന്തമായി പറഞ്ഞു. ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. ശാരദ ടീച്ചർ നേരെ നടന്നത് ഓഫീസിലേക്കായിരുന്നു. തനിക്ക് മാസം ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്നും വലിയൊരു തുകയെടുത്ത് അനന്യയുടെ ഈ സെമസ്റ്ററിലെ ഫീസ് മുഴുവനായി അവർ സ്വന്തം കയ്യിൽ നിന്നും അടച്ചു തീർത്തു. ഫീസ് അടച്ചതിന്റെ ഒഫീഷ്യൽ രസീത് വാങ്ങി ടീച്ചർ വരാന്തയിലേക്ക് തിരികെ വന്നു. തുടർന്ന് ടീച്ചർ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ബാഗിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണപ്പൊതി പുറത്തെടുത്തു. പട്ടിണി കിടന്ന് തളർന്ന അനന്യയുടെ കൈകളിലേക്ക് ആ ഭക്ഷണപ്പൊതിയും ഫീസ് അടച്ച രസീതും ടീച്ചർ വെച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ അനന്യയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ടീച്ചർ, ഇത്... അവൾക്ക് വാക്കുകൾ കിട്ടാതെ വിറച്ചു. മോളെ, ശാരദ ടീച്ചർ അനന്യയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നിന്റെ ദാരിദ്ര്യത്തെയോ നിന്നെ മാറ്റി നിർത്താൻ നോക്കുന്ന മാലിനിയെ പോലെയുള്ളവരുടെ അഹങ്കാരത്തെയോ ഓർത്ത് നീ ഒരിക്കലും തോറ്റുകൊടുക്കരുത്. അവർ നിന്നെ ചവിട്ടി മെതിക്കാൻ നോക്കുന്നത് നീ ഒരു ഗ്രാമീണ പെൺകുട്ടിയായതുകൊണ്ടാണ്. പക്ഷേ നിന്റെ ഉള്ളിൽ കഴിവും അറിവുമുണ്ട്. ഈ ഫീസ് ഞാൻ അടച്ചത് നിനക്ക് തരുന്ന ഭിക്ഷയല്ല മോളെ, നിന്റെ കഴിവിന്മേലും കഠിനാധ്വാനത്തിന്മേലുള്ള എന്റെ ഉറച്ച വിശ്വാസമാണ്. ഇന്നവർ നിന്നെ അപമാനിച്ചിട്ടുണ്ടാക്കും, പക്ഷേ നാളെ നിന്റെ കഴുത്തിലെ സ്റ്റെതസ്കോപ്പിന് മുന്നിലും നിന്റെ വിജയത്തിന് മുന്നിലും ഈ പരിഹസിച്ചവരെല്ലാം തലകുനിക്കുന്ന ഒരു ദിവസമുണ്ടാകും. നീ തോറ്റുപോകരുത്, നീ പൊരുതി ജയിക്കണം. ആ വാക്കുകൾ അനന്യയുടെ കാതുകളിൽ ഒരു പ്രകമ്പനം സൃഷ്ടിച്ചു. അതുവരെ അവളുടെ മനസ്സിൽ തണുത്തുറഞ്ഞു കിടന്ന ഭയവും നിരാശയും നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായി. ഒരു അധ്യാപിക എന്നതിലുപരി സ്വന്തം അമ്മയെ പോലെ താങ്ങായി നിൽക്കുന്ന ശാരദ ടീച്ചറുടെ മുഖത്തേക്ക് അവൾ നോക്കി. ആ നിമിഷം അനന്യയുടെ കണ്ണുകളിലെ കണ്ണീർ മാഞ്ഞു. പകരം ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കില്ലെന്ന ഉറച്ച കനൽ ആ കണ്ണുകളിൽ കത്താൻ തുടങ്ങി. ശാരദ ടീച്ചർ നൽകിയ ധൈര്യവും ആത്മവിശ്വാസവും അനന്യയുടെ ഉള്ളിൽ അണയാത്ത ഒരു തീജ്വാലയായി പടർന്നു. അപമാനിക്കപ്പെട്ട് കണ്ണീരൊഴുക്കിയ ആ കോളേജ് വരാന്തയിൽ വെച്ചു തന്നെ അവൾ ഒരു തീരുമാനമെടുത്തു. ഇനി ആരുടെയും മുന്നിൽ ഞാൻ കരയില്ല, തോറ്റുകൊടുക്കില്ല. പരിഹാസത്തിന്റെ കല്ലുകളെല്ലാം തനിക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റും. അന്നു മുതൽ അനന്യയുടെ ജീവിതം കഠിനാധ്വാനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വഴിമാറി. ആ കോളേജിലെ മറ്റേതൊരു കുട്ടിയേക്കാളും അവൾ പ്രയത്നിക്കാൻ തുടങ്ങി. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം വരെ മെഡിക്കൽ കോളേജിലെ ക്ലാസുകളിലും പ്രാക്ടിക്കൽ ലാബുകളിലും പൂർണ്ണ ശ്രദ്ധയോടെ പങ്കെടുത്തു. മറ്റുള്ളവർ വിശ്രമിക്കുമ്പോഴും തമാശ പറഞ്ഞു നടക്കുമ്പോഴും അവൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഓരോന്നായി വായിച്ചു തീർത്തു. എന്നാൽ പഠനം മാത്രമായിരുന്നു അവളുടെ മുന്നിലെ ഏക ലക്ഷ്യം. ഇനി മുന്നോട്ടുള്ള സെമസ്റ്റർ ഫീസിനായി ആരുടെയും മുന്നിൽ കൈനീട്ടരുത് എന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. അതിനായി രാത്രികാലങ്ങളിൽ നഗരത്തിലെ ഒരു സ്വകാര്യ മെഡിക്കൽ ലബോറട്ടറിയിൽ പാർട്ട് ടൈം അസിസ്റ്റന്റായി അവൾ ജോലി ചെയ്യാൻ തുടങ്ങി. സാമ്പിളുകൾ വേർതിരിക്കലും റെക്കോർഡുകൾ കമ്പ്യൂട്ടറിൽ രജിസ്റ്റർ ചെയ്യലുമായി രാത്രി വൈകുന്നതുവരെ അവൾ ജോലി ചെയ്തു. പകൽ മുഴുവൻ കഠിനമായ പഠനവും രാത്രിയുടെ നിശബ്ദതയിൽ നീണ്ട മണിക്കൂറുകളുടെ അധ്വാനവും കാരണം അവളുടെ ശരീരം തളർന്നു. പലപ്പോഴും കണ്ണുകൾ ഉറക്കം കൊണ്ട് അടഞ്ഞുപോയി, കൈകൾ വിറച്ചു. എന്നാൽ തളരുമ്പോഴൊക്കെ ദൂരെ പശ്ചിമഘട്ടത്തിലെ അടിവാരത്തിലെ കൊച്ചുകുടിലിൽ തിരി താഴ്ത്തിവെച്ച മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ തനിക്കായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മുഖം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ആ ഓർമ്മ നൽകിയ കരുത്തിൽ അവൾ ക്ഷീണമത്രയും മറന്ന് വീണ്ടും പണിയെടുത്തു. മാസങ്ങൾ കടന്നുപോയി. പാർട്ട് ടൈം ജോലിയിലൂടെ കൃത്യമായി തുക മാറ്റിവെച്ച അനന്യ തന്റെ ആദ്യ ശമ്പളത്തിന്റെ വലിയൊരു പങ്കെടുത്ത് നേരെ നടന്നത് ഗ്രാമത്തിലെ പണമിടപാടുകാരന്റെ അടുത്തേക്കായിരുന്നു. കോളേജിൽ ചേരുന്ന സമയത്ത് തനിക്കായി അമ്മ സന്തോഷത്തോടെ ഊരി നൽകിയ ആ അവസാനത്തെ സ്വർണമാല അവൾ സ്വന്തം അധ്വാനത്തിന്റെ പണം കൊണ്ട് പണയത്തിൽ നിന്നും വീണ്ടെടുത്തു. ആ ചെറിയ മാല തന്റെ ഉള്ളം കൈയിൽ വെച്ചു നോക്കുമ്പോൾ അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് വെറും ഒരു സ്വർണമാലയായിരുന്നില്ല, മറിച്ച് താൻ നേടിയെടുത്ത ആത്മാഭിമാനത്തിന്റെ പ്രതീകമായിരുന്നു. എന്നാൽ അനന്യ ഒരു ലബോറട്ടറിയിൽ രാത്രി ജോലി ചെയ്യുന്നുണ്ടെന്ന വിവരം മാലിനി പ്രൊഫസർ ഇതിനിടയിൽ അറിഞ്ഞു. അനന്യയെ കോളേജിൽ നിന്നും പുറത്താക്കാൻ ഇതിലും വലിയൊരു കാരണം ഇനി വേറെ വേണമായിരുന്നില്ല. അച്ചടക്ക ലംഘനം നടത്തിയെന്നാരോപിച്ച് അവർ അനന്യക്കെതിരെ കോളേജ് അഡ്മിനിസ്ട്രേഷനിൽ പരാതി നൽകി. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കോളേജ് അധികൃതരുടെ അനുമതിയില്ലാതെ പുറത്തു ജോലി ചെയ്യാൻ പാടില്ലെന്ന നിയമം ഉയർത്തിക്കാട്ടി അവളെ ഡിസ്മിസ് ചെയ്യാൻ മാലിനി പ്രൊഫസർ കരുക്കൾ നീക്കി. എന്നാൽ ആ നിമിഷത്തിൽ അനന്യയുടെ രക്ഷകയായി വീണ്ടും ശാരദ ടീച്ചർ എത്തി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെയും കൗൺസിലിന്റെയും മുന്നിൽ ചെന്ന് ശാരദ ടീച്ചർ അനന്യക്കായി വാദിച്ചു. സാർ, അനന്യ അനധികൃതമായി ജോലി ചെയ്യുകയല്ല. സ്വന്തം പഠന ചെലവ് കണ്ടെത്താനും അന്തസ്സോടെ ജീവിക്കാനും വേണ്ടിയാണ് അവൾ ഒഴിവു സമയങ്ങളിൽ അധ്വാനിക്കുന്നത്. ലബോറട്ടറിയിലെ അവളുടെ ജോലി പ്രായോഗികമായ മെഡിക്കൽ അറിവുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയല്ലാതെ അവളുടെ പഠനത്തെ ബാധിച്ചിട്ടില്ല. സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കഴിവുള്ള വിദ്യാർത്ഥിനിയെ തളർത്തുകയല്ല.
അവളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുകയാണ് ഈ മെഡിക്കൽ സ്ഥാപനം ചെയ്യേണ്ടത്. ശാരദ ടീച്ചറുടെ കൃത്യമായ വാദങ്ങൾക്കും നിയമപരമായ ഇടപെടലുകൾക്കും മുന്നിൽ പ്രിൻസിപ്പലിന് സമ്മതിക്കേണ്ടി വന്നു. മാലിനി പ്രൊഫസറുടെ നീക്കങ്ങൾ അവിടെയും തകർന്ന് തരിപ്പണമായി. അങ്ങനെയിരിക്കെ ഒരു ഉച്ചനേരത്ത് കോളേജ് ക്യാമ്പസിൽ വലിയൊരു കോലാഹലമുണ്ടായി. ഗ്രാമത്തിൽ നിന്നും മകളെ ഒരു നോക്ക് കാണാൻ അനിന്യയുടെ അച്ഛനും അമ്മയും കോളേജിലെത്തിയിരുന്നു. വെയിലേറ്റ് കരിഞ്ഞ മുഖവും തുന്നിക്കൂട്ടിയ തുണിസഞ്ചിയും തേഞ്ഞു തീർന്ന റബ്ബർ ചെരുപ്പുകളുമായിരുന്നു ആ പാവങ്ങളുടെ വേഷം. കൂറ്റൻ പ്രവേശന കവാടത്തിന് മുന്നിൽ വിറക്കുന്ന കാലുകളോടെ നിൽക്കുന്ന ആ മാതാപിതാക്കളെ കണ്ടതും കോളേജ് വരാന്തയിൽ വിദ്യാർത്ഥികൾ ആർത്തുചിരിക്കാൻ തുടങ്ങി. നോക്ക്, ആരുടെയൊക്കെയോ ജോലിക്കാർ വന്നു നിൽക്കുന്നു. ഇവരാണോ ഈ മെഡിക്കൽ കോളേജിലെ പുതിയ വിസിറ്റേഴ്സ് എന്ന് പരിഹസിച്ച് ആഡംബര വസ്ത്രങ്ങൾ ധരിച്ച വിദ്യാർത്ഥികൾ ആ പാവങ്ങളെ നോക്കി ഉറക്കെ ചിരിച്ചു. അപമാനം കൊണ്ട് തല താഴ്ത്തി ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും കയ്യിലെ സഞ്ചികൾ വിറക്കുന്നുണ്ടായിരുന്നു. ക്ലാസ് മുറിയിൽ നിന്നും ഈ ബഹളം കേട്ട് അനിന്യ പുറത്തേക്കൂടി വന്നു. ആൾക്കൂട്ടത്തിന് നടുവിൽ വിദ്യാർത്ഥികളുടെ പരിഹാസ ചിരികൾക്ക് മുന്നിൽ തളർന്നു നിൽക്കുന്ന തന്റെ അച്ഛനെയും അമ്മയെയും അവൾ കണ്ടു. ഒരു നിമിഷം പോലും അവൾ ആലോചിച്ചില്ല. കൂട്ടുകാരുടെയോ നഗരവാസികളുടെയോ നോട്ടങ്ങളെ അവൾ തെല്ലും ഭയന്നില്ല. വരാന്തയിലൂടെ ഓടിച്ചെന്ന് ആ ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് അനിന്യ തന്റെ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു. മകൾ ഓടി വന്ന് നെഞ്ചിലേക്ക് വീണപ്പോൾ ആ പാവ മാതാപിതാക്കളുടെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീർ ഇറ്റുവീണു. അനിന്യ ഒട്ടും മടിക്കാതെ ആ ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് അച്ഛന്റെയും അമ്മയുടെയും വിണ്ടക്കേറിയ പാദങ്ങളിൽ തൊട്ട് തൊഴുതു വന്ദിച്ചു. തുടർന്ന് തങ്ങളെ പരിഹസിച്ച് ചിരിച്ച ആഡംബര വിദ്യാർത്ഥികളുടെ മുഖത്തേക്ക് നോക്കി കണ്ണീരോടെ എന്നാൽ നെഞ്ചുവിരിച്ച് അവൾ ഉറക്കെ പറഞ്ഞു, എല്ലാവരും കേട്ടോളൂ, ഇതാണ് എന്റെ അച്ഛനും അമ്മയും. എന്നെ ഡോക്ടറാക്കാൻ വേണ്ടി സ്വന്തം വീട് പണയം വെച്ചവരാണിവർ. എനിക്ക് കഴിക്കാൻ തരാൻ വേണ്ടി പല രാത്രികളിലും പട്ടിണി കിടന്നവരാണിവർ. ഇവരുടെ വിണ്ടുകീറിയ ഈ കൈകളും നെറ്റിയിലെ ഈ വിയർപ്പുമാണ് എന്റെ അഡ്രസ്. ഇവരാണ് എന്റെ ആത്മാഭിമാനം, ഇവരാണ് എന്റെ അഭിമാനം. ആ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെ ആ ക്യാമ്പസിൽ മുഴങ്ങിക്കേട്ടു. അനിന്യയുടെ സ്വരത്തിലെ ആത്മാഭിമാനവും മാതാപിതാക്കളോടുള്ള അതിരറ്റ സ്നേഹവും കണ്ടപ്പോൾ അതുവരെ പരിഹസിച്ച വിദ്യാർത്ഥികളുടെ നാവുകൾ താനെ അടഞ്ഞുപോയി. അപമാനത്തോടെ അവർ ഓരോരുത്തരായി തല താഴ്ത്തി അവിടെ നിന്നും നടന്നു നീങ്ങി. തന്നെ എത്ര തളർത്താൻ നോക്കിയാലും തന്റെ വേരുകളെയും മാതാപിതാക്കളെയും നെഞ്ചിലേറ്റുന്ന അനിന്യ എന്ന പോരാളിയുടെ ആത്മാഭിമാനത്തിന് മുന്നിൽ ആ മെഡിക്കൽ കോളേജ് ആദ്യമായി തലകുനിച്ചു. ക്യാമ്പസിലുണ്ടായ സംഭവത്തിന് ശേഷം അനിന്യ എന്ന പെൺകുട്ടിയെ മറ്റൊരാളും പരിഹസിക്കാൻ തുനിഞ്ഞില്ല. അവളുടെ കഠിനാധ്വാനവും ആത്മാഭിമാനവും കണ്ടപ്പോൾ മാറ്റി നിർത്തിയവർ പോലും അവളോട് ബഹുമാനത്തോടെ സംസാരിക്കാൻ തുടങ്ങി. കാലം അതിന്റെ പ്രയാണം വേഗത്തിലാക്കി. സാമർഥ്യവും അതിജീവനത്തിനായുള്ള വാശിയും വിയർപ്പും സമന്വയിച്ച 5 വർഷങ്ങൾ കടന്നുപോയി. MBBSന്റെ ഫൈനൽ ഇയർ പ്രാക്ടിക്കൽ ആൻഡ് തിയറി പരീക്ഷകൾ പൂർത്തിയായി. ഫലം വരുന്ന ദിവസത്തിനായി മെഡിക്കൽ കോളേജ് ആകാംക്ഷയോടെ കാത്തിരുന്നു. അനിന്യയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ നോക്കിയ മാലിനി പ്രൊഫസർ പോലും ഉള്ളിൽ നേരിയ ഭയത്തോടെയാണ് ഫലത്തെ നോക്കിക്കണ്ടത്. ഒടുവിൽ സർവകലാശാലയുടെ ഫൈനൽ ഫലം വന്നു. പരീക്ഷാ ഫലം കോളേജ് നോട്ടീസ് ബോർഡിലും വെബ്സൈറ്റിലും തെളിഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികളും പ്രൊഫസർമാരും ഒരേപോലെ ഞെട്ടിപ്പോയി. മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആരും നേടാത്ത റെക്കോർഡ് മാർക്കോടെ ബാച്ചിൽ ഒന്നാമതായി സർവകലാശാലയുടെ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, അത് അനിന്യയാണ്. പഠനത്തിൽ മാത്രമല്ല, രോഗികളെ പരിചരിക്കുന്നതിലും കൃത്യമായ ക്ലിനിക്കൽ അറിവിലും അവൾ ഏറ്റവും ഉയർന്ന മാർക്ക് നേടി. വാർഡിൽ നിന്നും വൃത്തിയില്ല, പരിഷ്കാരമില്ല എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കപ്പെട്ട അതേ പെൺകുട്ടി ഇന്ന് കോളേജിന്റെ മാത്രമല്ല മുഴുവൻ സർവകലാശാലയുടെയും അഭിമാനമായി മാറിയിരിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം കോളേജിലെ ഗംഭീരമായ കൺവെൻഷൻ ഹാളിൽ വെച്ച് ബിരുദദാന ചടങ്ങും റാങ്ക് ഹോൾഡർമാർക്കുള്ള അവാർഡ് ദാനവും സംഘടിക്കപ്പെട്ടു. ദീപവിധാനങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ആ വലിയ ഹാളിൽ നഗരത്തിലെ പ്രമുഖ ഡോക്ടർമാരും IAS ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും നിറഞ്ഞിരുന്നു. സദസ്സിന്റെ ഏറ്റവും മുൻനിരയിൽ തിളങ്ങുന്ന ആ വൻകിടക്കാർക്കിടയിൽ വിറക്കുന്ന ഹൃദയത്തോടെ 3 പേർ ഇരിപ്പുണ്ടായിരുന്നു. സാധാരണ വസ്ത്രങ്ങൾ അണിഞ്ഞ അനിന്യയുടെ അച്ഛനും അമ്മയും, ഒപ്പം അവരെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ശാരദ ടീച്ചറും. അനൗൺസ്മെന്റ് അന്തരീക്ഷത്തിൽ മുഴങ്ങി. മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കോടെ ഈ വർഷത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റായി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ഡോക്ടർ അനിനിയെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹാളിൽ ആർത്തുവിളികളും കരഘോഷങ്ങളും അലയടിച്ചു. വെള്ള ഡോക്ടർ കുപ്പായവും കഴുത്തിൽ തിളങ്ങുന്ന സ്റ്റെതസ്കോപ്പും അണിഞ്ഞ് ആത്മവിശ്വാസത്തിന്റെ വലിയ പുഞ്ചിരിയോടെ അനിന്യ സ്റ്റേജിലേക്ക് നടന്നു കയറി. വേദിയിലുണ്ടായിരുന്ന ചീഫ് ഗസ്റ്റ് അവൾക്ക് സർവകലാശാലയുടെ സ്വർണ്ണ മെഡലും ബിരുദ സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു. സ്റ്റേജിൽ നിൽക്കുമ്പോൾ അനിന്യ താഴേക്ക് നോക്കി. സദസ്സിന്റെ മുൻനിരയിലിരുന്ന് ആനന്ദ കണ്ണീരാൽ കാഴ്ചമങ്ങി നെഞ്ചിൽ കൈവച്ച് വിതുമ്പുന്ന തന്റെ അച്ഛനെയും അമ്മയെയും അവൾ കണ്ടു. വിയർപ്പൊഴുക്കി തങ്ങളെ വളർത്തിയ മാതാപിതാക്കളുടെ സ്വപ്നം പൂവണിഞ്ഞ നിമിഷം. അവരുടെ അരികിൽ ഒരു അമ്മയുടെ പുഞ്ചിരിയോടെ കണ്ണീർ തുടക്കുന്ന ശാരദ ടീച്ചറെയും അവൾ കണ്ടു.
ആ കാഴ്ച അനന്യയുടെ കണ്ണുകളെയും ഇറനണിയിച്ചു. ചടങ്ങുകൾക്കെല്ലാം ശേഷം കൺവെൻഷൻ ഹാളിന് പുറത്ത് മാധ്യമങ്ങളും അധ്യാപകരും അനന്യയെ വട്ടമിട്ടു നിന്നു. എല്ലാവരും ആ പെൺകുട്ടിയുടെ വിജയത്തെ പുകഴ്ത്തി സംസാരിക്കുകയായിരുന്നു. അഭിനന്ദനങ്ങൾക്കിടയിലൂടെ അനന്യയുടെ കണ്ണുകൾ തിരഞ്ഞത് ഒരാളെ മാത്രമായിരുന്നു, സീനിയർ പ്രൊഫസറായ മാലിനിയെ. ഹാളിന്റെ ഒരു മൂലയിൽ സദസ്സിന്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി വിറക്കുന്ന കൈകളോടെ ലജ്ജയോടെ മാലിനി പ്രൊഫസർ നിൽപ്പുണ്ടായിരുന്നു. ഒരു കാലത്ത് താൻ ആട്ടിയോടിച്ച ദരിദ്ര എന്ന് വിളിച്ച് അപമാനിച്ച പെൺകുട്ടി ഇന്ത്യയിലെ തന്നെ മികച്ച ഡോക്ടർമാരിൽ ഒരാളായി വളർന്നു നിൽക്കുന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ നിന്നും മാറി അനന്യ നേരെ നടന്നത് മാലിനി പ്രൊഫസറുടെ അരികിലേക്കായിരുന്നു. തന്റെ മുന്നിലേക്ക് നടന്നു വരുന്ന ഡോക്ടർ അനന്യയെ കണ്ടപ്പോൾ മാലിനി പ്രൊഫസർ ഭയന്നുപോയി. തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കാനോ ദേഷ്യപ്പെടാനോ ആയിരിക്കും അവൾ വരുന്നത് എന്ന് അവർ കരുതി. ആ പ്രൊഫസറുടെ കൈകൾ വിറച്ചു, കണ്ണുകൾ താഴ്ന്നുപോയി. എന്നാൽ അനന്യ അവരുടെ അരികിൽ ചെന്നു നിന്നു. അവളുടെ മുഖത്ത് ദേഷ്യമോ പകയോ ഉണ്ടായിരുന്നില്ല. പകരം ആഴത്തിലുള്ള ശാന്തതയും പ്രൗഢിയുമായിരുന്നു. ശാന്തമായ എന്നാൽ ഉറച്ച സ്വരത്തിൽ അനന്യ മാലിനി പ്രൊഫസറോട് പറഞ്ഞു, മാഡം. മാലിനി പ്രൊഫസർ പതുക്കെ തല ഉയർത്തി നോക്കി. മാഡം, അന്ന് ഞാൻ ഈ കോളേജിൽ വന്ന ആദ്യ നാളുകളിൽ രോഗികളുടെ അരികിൽ നിൽക്കാൻ അർഹതയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വാർഡിൽ നിന്ന് മാറ്റി നിർത്തിയില്ലേ? അന്ന് നിങ്ങൾ എന്നെ ആ ഇരുണ്ട മൂലയിലേക്ക് തള്ളിയിട്ടത് കൊണ്ടാണ് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു തീർക്കാൻ എനിക്ക് വാശിയുണ്ടായത്. അന്ന് ക്ലാസ്സിലെ 100ഓളം കുട്ടികളുടെ മുന്നിൽ വെച്ച് ഫീസിന്റെ പേരിൽ നീ പണമില്ലാത്ത ദരിദ്രയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് നേരെ എറിഞ്ഞ ആ ക്രൂരമായ പരിഹാസങ്ങളാണ് മാഡം എന്നെ ഉറക്കമില്ലാത്ത രാത്രികളിൽ പഠിക്കാൻ പ്രേരിപ്പിച്ചത്. എന്നെ ഇന്ന് ഡോക്ടർ അനന്യയാക്കി മാറ്റിയത് നിങ്ങളുടെ ആ വാശിയും പരിഹാസങ്ങളുമാണ്. മാലിനി പ്രൊഫസർക്ക് ഒരു വാക്കുപോലും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. അവരുടെ തൊണ്ട വരണ്ടുപോയി. അനന്യ തന്റെ കഴുത്തിലെ സ്റ്റെതസ്കോപ്പിലേക്ക് നോക്കി വിനയത്തോടെ തുടർന്നു, ബാങ്ക് ബാലൻസോ വലിയ നഗരങ്ങളിലെ പരിഷ്കാരമോ അല്ല മാഡം ഒരു നല്ല ഡോക്ടറെ സൃഷ്ടിക്കുന്നത്. ഒരാളുടെ അറിവും കഠിനാധ്വാനവും രോഗികളോടുള്ള കരുണയുമാണ് അവരെ യഥാർത്ഥ ഡോക്ടറാക്കുന്നത് എന്ന് കാലവും ഈ സ്വർണ്ണ മെഡലും ഇന്ന് തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനി വരുന്ന ഒരു പാവപ്പെട്ട കുട്ടിയോടും അവരുടെ പശ്ചാത്തലം നോക്കി ഇങ്ങനെ പെരുമാറരുത്. കാരണം എല്ലാ കനലുകളുടെ ഉള്ളിലും ജ്വലിക്കാൻ കാത്തുനിൽക്കുന്ന ഒരു തീയുണ്ടാകും. അനന്യയുടെ ഓരോ വാക്കുകളും മാലിനി പ്രൊഫസറുടെ അഹങ്കാരത്തിന്റെ കോട്ടകളെ തകർത്തെറിയുകയായിരുന്നു. സ്വന്തം തെറ്റുകളോർത്ത് അവർ ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നു. താൻ ചെയ്ത നീചമായ പ്രവൃത്തികൾക്ക് മുന്നിൽ അനന്യ കാണിച്ച ഈ വലിയ മനസ്സും പക്വതയും ആ പ്രൊഫസറെ ആകെ ഉലച്ചു കളഞ്ഞു. അവൾക്ക് മുന്നിൽ ഇനി നിൽക്കാൻ കഴിയില്ലെന്ന മട്ടിൽ തല കുനിച്ചുകൊണ്ട് മാലിനി പ്രൊഫസർ അവിടെ നിന്നും ശാന്തമായി പിൻവാങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അപമാനിച്ച അതേ വരാന്തയിൽ വെച്ച് തന്നെ ആത്മാഭിമാനത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കരുത്തുറ്റ മറുപടി നൽകിക്കൊണ്ട് അനന്യ വിജയത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ നിലയുറപ്പിച്ചു. മാലിനി പ്രൊഫസർ ലജ്ജയോടെ തല താഴ്ത്തി പിൻവാങ്ങിയ ആ നിമിഷം ക്യാമ്പസിലെ വരാന്തയിൽ നന്മയുടെയും അതിജീവനത്തിന്റെയും പുതിയൊരു പ്രകാശം പരക്കുകയായിരുന്നു. ആത്മാഭിമാനത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും വഴിയിൽ തനിക്ക് തടസ്സമായി നിന്ന അഹങ്കാരത്തിന്റെ മതിലുകളെല്ലാം തകർത്തെറിഞ്ഞ ആശ്വാസത്തോടെ അനന്യ തിരിഞ്ഞു നോക്കി. അവിടെ കൺവെൻഷൻ ഹാളിന്റെ പുറത്തെ വരാന്തയിൽ സന്തോഷം കൊണ്ട് വിതുമ്പി നിൽക്കുന്ന ശാരദ ടീച്ചറെയും താൻ കാരണം തല ഉയർത്തി നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയെയും അവൾ കണ്ടു. മറ്റൊന്നും ചിന്തിക്കാൻ അനന്യക്കായില്ല. തന്റെ കൈകളിൽ ഭദ്രമായിരുന്ന സർവകലാശാലയുടെ തിളങ്ങുന്ന സ്വർണ്ണ മെഡലും മെഡിക്കൽ ബിരുദ സർട്ടിഫിക്കറ്റുമായി അവൾ ശാരദ ടീച്ചറുടെ അരികിലേക്ക് ഓടിച്ചെന്നു. 10-15 അടിയുടെ ദൂരം ഓടിയെത്തി. ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് അനന്യ ശാരദ ടീച്ചറുടെ പാദങ്ങളിൽ വീണു വന്ദിച്ചു. താൻ നേടിയെടുത്ത സകല വിജയങ്ങളും ടീച്ചറുടെ കാൽക്കൽ ഗുരുദക്ഷിണയായി സമർപ്പിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. മോളെ, എഴുന്നേൽക്ക്. ശാരദ ടീച്ചർ വിറക്കുന്ന കൈകളോടെ അനന്യയെ തോളിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അനന്യ കണ്ണീരോടെ ടീച്ചറുടെ കൈകൾ മുറുകെ പിടിച്ച് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ടീച്ചർ, അന്ന് ആ വരാന്തയുടെ ഇരുണ്ട മൂലയിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ഉറപ്പിച്ച് കരഞ്ഞു തളർന്ന് ഞാൻ കിടന്നപ്പോൾ എന്റെ തോളിൽ ഒരു വാത്സല്യത്തോടെ കൈപിടിക്കാൻ ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ലോകത്ത് തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അന്ന് എന്നെ ആരും വിശ്വസിക്കാതിരുന്നപ്പോൾ എന്റെ കഴിവിൽ വിശ്വസിച്ച ഒരേയൊരു വ്യക്തി ടീച്ചറാണ്. ഈ കാണുന്ന സ്വർണ്ണ മെഡലും ഈ ഡോക്ടർ കുപ്പായവും എന്റേതല്ല ടീച്ചർ. ഇതെല്ലാം ടീച്ചർ എനിക്ക് തന്ന ജീവിതമാണ്. ഈ വിജയം പൂർണ്ണമായും ടീച്ചറുടേതാണ്. അനന്യയുടെ വാക്കുകൾ കേട്ട് ശാരദ ടീച്ചറുടെ കണ്ണുകളിൽ നിന്നും ആനന്ദക്കണ്ണീർ പെയ്തിറങ്ങി. താൻ ഒരു സമയത്ത് ഒരു പെൺകുട്ടിക്ക് നൽകിയ ചെറിയൊരു താങ്ങും തണലും ഇന്ന് നാടിന് മുഴുവൻ തണലേകുന്ന വലിയൊരു വൃക്ഷമായി വളർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ ആ അധ്യാപികയുടെ ഹൃദയം നിറഞ്ഞു. ടീച്ചർ അനന്യയെ ഒരു അമ്മയുടെ വാത്സല്യത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വിതുമ്പി. ഇല്ല മോളെ, ഇത് നിന്റെ മാത്രം വിജയമാണ്. നിന്റെ ഉള്ളിലെ കനലിനെ നീ അണയാതെ സൂക്ഷിച്ചതുകൊണ്ടാണ്
ഇന്നിനി ഈ വെളിച്ചത്തിലെത്തിയത്. എനിക്ക് വലിയൊരു അഭിമാനമാണ് നീ. ടീച്ചർ അവളുടെ നെറുകയിൽ സ്നേഹത്തോടെ ഉമ്മ വെച്ചു. തുടർന്ന് അനിന്യ തന്റെ അരികിൽ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് നടന്നു. പതിയെ തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പട്ടുതുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന ആ അത്ഭുതം അവൾ പുറത്തെടുത്തു. സ്വന്തമായി ജോലി ചെയ്ത് കിട്ടിയ പണം കൊണ്ട് വീണ്ടെടുത്ത അമ്മയുടെ പണയം വെച്ച സ്വർണമാല. അനന്യ വിറക്കുന്ന കൈകളോടെ ആ മാല തന്റെ അമ്മയുടെ കഴുത്തിലേക്ക് ചാർത്തി കൊടുത്തു. അമ്മേ. അനന്യ അമ്മയെ കെട്ടിപ്പിടിച്ചു. മകളുടെ പഠനത്തിനായി അന്ന് അമ്മ ഊരിത്തന്ന ആ സ്വർണമാല ഇതാ അമ്മയുടെ മകൾ സ്വന്തം അധ്വാനം കൊണ്ട് തിരികെ എടുത്തു തന്നിരിക്കുന്നു. ഇനി ഒരിക്കലും ഇത് ഊരിവെക്കേണ്ടി വരില്ല അമ്മേ. കഴുത്തിലെ മാലയിലേക്ക് നോക്കിയ ആ അമ്മക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മകൾ തനിക്കായി കരുതി വെച്ച ആ വലിയ സ്നേഹം കണ്ടപ്പോൾ ആ പാവം സ്ത്രീ പൊട്ടിക്കരഞ്ഞുപോയി. അതിനടുത്തായി കണ്ണീർ തുടക്കുന്ന അച്ഛന്റെ അരികിലേക്ക് അനന്യ ചെന്നു. അദ്ദേഹത്തിന്റെ തഴമ്പിച്ച വെണ്ടുകേറിയ കൈകളെടുത്ത് അവൾ സ്വന്തം മുഖത്തോട് ചേർത്ത് പിടിച്ചു. അച്ഛാ, മകളെ പഠിപ്പിക്കാൻ വേണ്ടി വീടിന്റെ ആധാരം പണയപ്പെടുത്തുമ്പോൾ അച്ഛന്റെ കൈകൾ വിറച്ചില്ലേ? പട്ടിണി കിടന്ന് അച്ഛനൊഴുക്കിയ ആ ഓരോ തുള്ളി വിയർപ്പിനുമുള്ള മറുപടിയാണ് അച്ഛാ ഈ ഡോക്ടർ കുപ്പായം. ഇനി എന്റെ അച്ഛൻ ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടതില്ല. നിങ്ങളുടെ മകൾ ഇന്ന് വലിയൊരു ഡോക്ടറാണ്. ആ അച്ഛൻ വിറക്കുന്ന കരിപുരണ്ട കൈകൾ കൊണ്ട് മകളുടെ തിളങ്ങുന്ന വെളുത്ത ഡോക്ടർ കുപ്പായത്തിൽ തൊട്ടു തടവി. തങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങൾക്കും പട്ടിണികൾക്കും ഒടുവിൽ ദൈവം നൽകിയ വലിയ സമ്മാനമായിരുന്നു ആ നിമിഷം. ആ പാവം മാതാപിതാക്കൾ ഒന്നായി അനന്യയെ നെഞ്ചോടടക്കി കരഞ്ഞു. ആ വൈകാരിക രംഗം കണ്ടുനിന്ന വിദ്യാർത്ഥികളുടെയും മറ്റ് അധ്യാപകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും കണ്ണുകൾ ഇറനണിഞ്ഞു. പരിഹസിച്ചവരുടെയും മാറ്റി നിർത്തിയവരുടെയും കണ്ണുകളിൽ പോലും ആ നിമിഷം ബഹുമാനവും പശ്ചാത്താപവും നിറഞ്ഞു നിന്നു. വർഷങ്ങൾക്ക് മുമ്പ് അപമാനത്തിന്റെ കയ്പുനീര് കുടിച്ച് കരഞ്ഞു തളർന്ന് ഇറങ്ങിപ്പോകാൻ തുനിഞ്ഞ അതേ മെഡിക്കൽ കോളേജ് വരാന്ത ഇന്ന് ആ വരാന്തയിലൂടെ അനന്യ നടന്നു നീങ്ങുകയാണ്. ഒരു വശത്ത് തനിക്ക് താങ്ങായി നിന്ന ശാരദ ടീച്ചറുടെ കൈകൾ ചേർത്ത് പിടിച്ച് മറുവശത്ത് വിയർപ്പിന്റെ മണമുള്ള അച്ഛന്റെയും അമ്മയുടെയും കൈകൾ മുറുകെ പിടിച്ച് അവൾ തല ഉയർത്തി മുന്നോട്ട് നടന്നു. അവളുടെ കഴുത്തിൽ തിളങ്ങുന്ന സ്റ്റെതസ്കോപ്പും മാറിൽ തിളങ്ങുന്ന സ്വർണമെടലും സൂര്യപ്രകാശത്തിൽ മിന്നിത്തിളങ്ങി. അവളുടെ കണ്ണുകളിൽ പഴയ സങ്കടമോ നിരാശയോ ഭയമോ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. മറിച്ച് താൻ കടന്നുവന്ന കനൽ വഴികളെ പോലെ പ്രയാസം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് സാന്ത്വനമേക്കാൻ ഒരു യഥാർത്ഥ ഡോക്ടറുടെ അതിരറ്റ ആത്മവിശ്വാസവും കരുത്തുമായിരുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികളും ദാരിദ്ര്യവും ആൾക്കാരുടെ പരിഹാസങ്ങളും ഉണ്ടാകുമ്പോൾ ഒരിക്കലും തളർന്നു പോകുകയോ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യരുത്. നിങ്ങളെ തളർത്താനും മാറ്റി നിർത്താനും നോക്കുന്നവർക്ക് മുന്നിൽ കരഞ്ഞു തോറ്റുകൊടുക്കുകയല്ല വേണ്ടത്. മറിച്ച് രാത്രികളെ പകലാക്കി മാറ്റുന്ന കഠിനാധ്വാനം കൊണ്ടും നിഷേധിക്കാനാവാത്ത നിങ്ങളുടെ വിജയം കൊണ്ടുമായിരിക്കണം നിങ്ങൾ അവരോട് മറുപടി നൽകേണ്ടത്. നേരായ വഴിയിൽ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ അതിജീവനത്തിന്റെ ആ വഴിയിൽ വിജയം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.